ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പിടിയും കോഴിക്കറിയും അതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ള ആ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് രണ്ടും കൂടി മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് അരിപ്പൊടി എടുക്കുന്നതിൻ്റെ അളവിലാണ് എല്ലാം പറയുന്നത്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യാനുള്ള വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 4 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകവും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ 1/2 കപ്പ് വെള്ളം ഒരു പാത്രത്തിൽ ചേർത്തിട്ട് നമ്മൾ ഈ ചതച്ചതും ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ തിളപ്പിച്ച വെള്ളം ചൂടാറുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ഈ മിക്സാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി തേങ്ങയുടെ മിക്സിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചേർക്കാണ്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ എന്തെങ്കിലും തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സാക്കിയിട്ട് പിന്നെ ഒരല്പം ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നത്. അതാ ഒരു 3-4 പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/2 കപ്പിൽ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇത് നമ്മൾ ഒന്ന് ചൂടാറിയ ശേഷം ഒരുപാട് ടൈം വേണ്ട, നല്ല ചൂടാന്ന് മാറിയ ശേഷം നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. പിന്നെ നമ്മളിനി വെള്ളം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം അരിപ്പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാനിതാ ഇതേപോലെ എല്ലാം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പത്തിരിക്കൊക്കെ ചാമ്പുന്നത് പോലെ കൈകൊണ്ട് നല്ല രീതിയിൽ ചാമ്പിയിട്ട് ഇതുപോലെ ഒരു അധികം ടൈറ്റും അല്ല എന്നാൽ നല്ല സോഫ്റ്റും അല്ലാത്ത രീതിയിൽ നമ്മൾ മാവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒരുപാട് വലിപ്പമുള്ളതൊന്നും വേണ്ട. ഈ ഒരു അളവിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഈ മാവ് മുഴുവനും ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്നൊരല്പം മാവ് എടുത്ത് വെക്കുന്നുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് ചേർക്കാനുള്ളതാണ്. ഇനി നമ്മൾ ഈ പിടി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കി 1 കപ്പ് അളവിലുള്ള വെള്ളം, നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം. നമ്മൾ ആദ്യം തിളപ്പിച്ചെടുത്ത വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പിടി ഓരോന്നായിട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ചേർത്ത് കൊടുക്കണം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാലിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരല്പം അരിപ്പൊടി മിക്സാക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ സ്വന്തമാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ തേങ്ങയിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടി മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല രീതിയിൽ കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പിടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 1 ഏലക്ക, 1 ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഞാൻ ഒരു 3 മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരല്പം വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം കൂടി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഉള്ളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കുന്നത്. ഈ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വാടി വന്ന ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തക്കാളി മിക്സാക്കി കൊടുക്കുന്നത്. ഒരു വലിയ സൈസിലുള്ള തക്കാളി ഇതേപോലെ മുറിച്ചിട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയൊക്കെ ഒന്ന് വാടി നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള പൊടികളൊക്കെ നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കാം. ഇനി ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാറുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ തന്നെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എരിവൊക്കെ ചെക്ക് ചെയ്ത ശേഷം മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കുരുമുളക് പൊടിയും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പം ഞാൻ ഏകദേശം ഒരു 500 ഗ്രാം ചിക്കൻ ഉണ്ടാവും. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് അങ്ങനെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മിക്സാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമുക്കതിലുള്ള ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് പുറത്തേക്ക് വരും. ആ സമയത്ത് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ എന്നുള്ള വെള്ളവും ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമ്മൾ വേവിച്ച് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പിടിയും കോഴിയും എന്നുള്ള ഈ ഒരു സംഭവം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ ഫ്രം സിനു ഷംസി. അസ്സലാമു അലൈക്കും.